ജഗന്നാഥസ്വാമിയുടെ ഭക്തനായ സലഭേഗയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും സമഗ്രമായ ഒരു പഠനം നടത്തിയ വ്യക്തിയാണ് നിലാമണി മിശ്ര. ഏകദേശം AD 1607-1608 കാലയളവിലാണ് സലഭേഗയുടെ ജനനം എന്ന് കരുതപ്പെടുന്നു. മുഗൾ സുബേദാറായ ലാൽ ബേഗിൻ്റെ മകനാണ് സലഭേഗ. ലാൽ ബേഗ് തൻ്റെ ഒരു സൈനിക വിനോദയാത്രയ്ക്കിടെ സുന്ദരിയായ ഒരു ബ്രാഹ്മണ വിധവ നദിക്കരയിൽ നിന്ന് കുളിച്ച് മടങ്ങുന്നത് കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ലാൽ ബേഗ് അവളെ ബലമായി പിടിച്ചു കൊണ്ടുപോയി വിവാഹം കഴിച്ചു. അവർക്ക് പിറന്ന ഏക മകനായിരുന്നു സലഭേഗ. സലഭേഗിൻ്റെ അമ്മ പണ്ട് മുതൽക്കേ ജഗന്നാഥസ്വാമിയുടെ ഭക്തയായിരുന്നു. ഭർത്താവായ ലാൽ ബേഗിന് ഭാര്യയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇഷ്ടമായിരുന്നില്ല. അതായത് ജഗന്നാഥസ്വാമിയോടുള്ള ഭക്തിയെ അദ്ദേഹം എതിർത്തിരുന്നു. ആ അമ്മ സലഭേഗിന് ജഗന്നാഥസ്വാമിയുടെ കഥകളും നാമജപത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ലാൽ ബേഗിന് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ആ മകൻ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം പിതാവ് പറയുന്നതാണ് ശരിയെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. സലഭേഗ പ്രായപൂർത്തിയായപ്പോൾ തന്നെ തൻ്റെ പിതാവിൻ്റെ കൂടെ ഒരിക്കൽ യുദ്ധത്തിൽ പങ്കെടുത്തു. എന്നാൽ പിതാവ് കൊല്ലപ്പെടുകയും സലഭേഗിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ജീവന് വേണ്ടി പോരാടിയ അദ്ദേഹം അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് ജഗന്നാഥസ്വാമിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനിൽ അഭയം പ്രാപിച്ചു. എന്നാൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ബാധിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും മാറുകയുണ്ടായി. ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചതോടുകൂടി അദ്ദേഹത്തിന് ജഗന്നാഥസ്വാമിയിൽ വിശ്വാസവും ഭക്തിയും തോന്നി. അമ്മ സലഭേഗിന് ജഗന്നാഥസ്വാമിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കഥകളെല്ലാം കേട്ട് ആശ്ചര്യവും അത്ഭുതം തോന്നിയ അദ്ദേഹം ജഗന്നാഥസ്വാമിയെ കാണാൻ പുരിയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിച്ചില്ല. കാരണം അദ്ദേഹം ഹിന്ദു മതത്തിൽപ്പെട്ട ആളായിരുന്നില്ല. പുരോഹിതന്മാരും അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെ എതിർത്തിരുന്നു. ജഗന്നാഥസ്വാമിയെ കാണാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് വിഷമവും സങ്കടവും തോന്നി. അതിൻ്റെ പേരിൽ ആരോടും പരിഭവമോ പരാതിയോ പറയാൻ നിൽക്കാതെ അദ്ദേഹം അവിടെ നിന്നിറങ്ങി. ശേഷം തൻ്റെ ശേഷിച്ച ജീവിതം ഭഗവാന് സമർപ്പിക്കുകയും സന്യാസ ജീവിതം നയിക്കുകയും ചെയ്തു. ഭഗവാൻ ജഗന്നാഥസ്വാമിയെ രഥോത്സവ ദിവസം കാണാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സലഭേഗ രഥോത്സവം നടക്കുന്ന വഴിയുടെ സമീപത്തായി ഒരു കുടിൽ കെട്ടുകയും താമസം തുടങ്ങുകയും ചെയ്തു. ആ കുടിലിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജഗന്നാഥസ്വാമിയെക്കുറിച്ചുള്ള കൃതികൾ എഴുതിയിരുന്നത്. എന്നാൽ ഇന്നതൊരു മസാറാണ്. രഥോത്സവം നടക്കുന്നതുവരെ അദ്ദേഹം വൃന്ദാവനത്തിലാണ് താമസിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ കഥകൾ സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഭക്തിഗാനങ്ങൾ പാടി നടക്കുകയും ചെയ്തു. ഒരു വർഷത്തിന് ശേഷം സലഭേഗ രഥോത്സവം കാണാൻ പുരിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ വഴിമധ്യേ വെച്ച് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും രഥയാത്ര നടക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അതോടെ സലഭേഗ ജഗന്നാഥസ്വാമിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. താൻ വരുന്നതുവരെ തന്നെ കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇതിനോടകം തന്നെ രഥോത്സവത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. ക്ഷേത്രപ്രവേശനം ഇല്ലായിരുന്നതുകൊണ്ട് രഥോത്സവത്തിലൂടെയാണ് ജഗന്നാഥസ്വാമിയെ സലഭേഗ കണ്ടിരുന്നത്. ആ അമൂല്യമായ നിമിഷം നഷ്ടമാകുമോ എന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു. ആ അവശനിലയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി. എന്നാൽ ജഗന്നാഥസ്വാമി സലഭേഗയുടെ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിനൊരു ഉറപ്പ് കൊടുത്തു. സലഭേഗ എത്തിയതിനു ശേഷം മാത്രമേ രഥോത്സവത്തിലെ രഥം ചലിക്കുകയുള്ളൂവെന്ന്. അങ്ങനെ രഥയാത്ര സലഭേഗിൻ്റെ കുടിലിന് സമീപമെത്തിയപ്പോൾ നിന്നുപോയി. രഥം നിന്നതിൻ്റെ കാരണമറിയാതെ ജനങ്ങൾ രഥം വലിച്ചുകൊണ്ടേയിരുന്നു. ജഗന്നാഥസ്വാമിയുടെ രഥത്തിൻ്റെ പേര് നന്ദിഘോഷ് എന്നായിരുന്നു. ഒടുവിൽ ആളുകൾ ആനകളെ കൊണ്ടുവന്ന് രഥം വലിച്ചു തുടങ്ങി. എന്നിട്ടും രഥത്തിന് യാതൊരു ചലനവുമില്ല. പ്രശ്നത്തിൻ്റെ തീവ്രത മനസ്സിലാക്കി പുരി മഹാരാജാവും പ്രധാന പുരോഹിതന്മാരും അവിടെ വന്നുവെങ്കിലും രഥത്തെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് രാത്രി ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ജഗന്നാഥസ്വാമി പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ഭക്തനായ സലഭേഗ വരാതെ രഥം ചലിക്കുകയില്ലെന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ രഥം എവിടെയാണോ നിന്നത് അവിടെ വെച്ച് തന്നെ പൂജയും മറ്റ് ചടങ്ങുകളും നടന്നു.
ഒടുവിൽ സലബേഗ സ്ഥലത്തെത്തുകയും അദ്ദേഹം ജഗന്നാഥനെ കാണുകയും ചെയ്തു. അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെയോ ആരും തടയാനോ എതിർക്കാനോ ശ്രമിച്ചില്ല. സലബേഗൻ ദർശനം നടത്തി ഭഗവാനെ മതിവരുവോളം കാണുകയും ചെയ്തു. അതിനുശേഷം മാത്രമാണ് മടങ്ങിയത്. അദ്ദേഹത്തിന് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരുന്നുവെങ്കിലും ക്ഷേത്രത്തെപ്പറ്റിയും ഭഗവാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വളരെ മികച്ച രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സലബേഗയുടെ അഹേ നീല ശൈല എന്ന ഗാനം വളരെ ജനപ്രീതി ആർജിച്ചതായിരുന്നു. സലബേഗയുടെ കൃതികൾ ഇന്നും ക്ഷേത്രത്തിൻ്റെ പ്രഭാത പ്രാർത്ഥനയായി ആലപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ സലബേഗയ്ക്ക് ഭക്തകവി സലബേഗ എന്ന വിശേഷണം നൽകി ജനങ്ങൾ ആദരിച്ചു പോരുന്നു. സലബേഗയുടെ മരണശേഷം മൃതശരീരം സലബേഗ താമസിച്ച സ്ഥലത്ത് തന്നെ സംസ്കരിച്ചു. ഈ മഹാഭക്തൻ്റെ സമാധി ഇപ്പോഴും ബാലകണ്ടിക്കടുത്തുള്ള പുരിയിലെ ഗ്രാൻഡ് റോഡിൽ നിലകൊള്ളുന്നു. സലബേഗയോടുള്ള ബഹുമാനാർത്ഥം എല്ലാ വർഷവും രഥോത്സവ ദിനത്തിൽ ജഗന്നാഥസ്വാമിയുടെ രഥം അദ്ദേഹത്തിൻ്റെ സമാധിക്ക് സമീപം അല്പനേരം നിർത്തിയിടും. സലബേഗയുടെ കൃതികൾ ഇന്നും ജനങ്ങൾ പാടി നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും ജഗന്നാഥസ്വാമിയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും പ്രാർത്ഥനകളും സ്തുതികളുമായിരുന്നു. ഇവയിൽ നല്ലൊരു ഭാഗം കൃതികളും രാധയോടും ഗോപികമാരോടുമുള്ള കൃഷ്ണൻ്റെ പ്രണയത്തെക്കുറിച്ചായിരുന്നു. യശോദ തൻ്റെ കൃഷ്ണനോട് കാണിക്കുന്ന വാത്സല്യത്തെക്കുറിച്ചുള്ള കൃതികളും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സംഭവിച്ച പല സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പുരിയെ ആക്രമിക്കുന്നതിനെക്കുറിച്ചും കൊള്ളക്കാർ കൊള്ളയടിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം തൻ്റെ കൃതികളിൽ ആഴത്തിൽ വേദന നിറഞ്ഞ വാക്കുകളിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഥയെക്കുറിച്ചും കഥയുടെ അവതരണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? പാണ്ഡുരംഗ ഭഗവാന്റെ ഭക്തനായ ചൊക്കമേളയെക്കുറിച്ചാണ് ഇന്നത്തെ കഥയിൽ പറയുന്നത്. ചൊക്കമേള അദ്ദേഹം ഒരു കൃഷ്ണഭക്തനായിരുന്നു. പാണ്ഡുരംഗ ഭഗവാന്റെ ക്ഷേത്രത്തിന് സമീപം ഭക്തി കീർത്തനങ്ങൾ പാടി നൃത്തം ചെയ്യുമായിരുന്നു. എന്നാൽ അവിടെ സംഭവിക്കുന്ന ഒരു കൗതുക കാഴ്ച എന്തെന്നാൽ ചൊക്കമേളയുടെ ഭക്തിഗീതങ്ങൾ കേട്ട് സ്വയം മതിമറന്ന് നൃത്തം ചെയ്യുന്നവർ അദ്ദേഹത്തിൻ്റെ സംഗീതം തീരുമ്പോൾ ചൊക്കമേളയെ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആട്ടിയോടിക്കുമായിരുന്നു. അമൃതായി തോന്നിയ സംഗീതത്തെയും അത് പാടിയ ആളെയും അവർ വെറുപ്പോടെയും പുച്ഛത്തോടെയുമാണ് കാണുന്നത്. അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു എന്നതാണ് അതിന് കാരണം. ഇങ്ങനെ അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് നിന്ന് പാടുന്നതും അവിടെ നിന്ന് അദ്ദേഹത്തെ അവഹേളിച്ചു വിടുന്നതും പതിവായിരുന്നു. തന്നോട് കാണിക്കുന്ന ഇത്തരം വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അദ്ദേഹം ആരെയും വെറുത്തിരുന്നില്ല. എല്ലാവരോടും സ്നേഹം മാത്രമാണ് ആ സാധുവായ മനുഷ്യനുണ്ടായിരുന്നത്. പലപ്പോഴും ക്ഷേത്ര പരിസരത്ത് നിന്ന് ഇറക്കി വിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി ചിരിക്കുമായിരുന്നു. ഒരു ദിവസം ചൊക്കമേള സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ചൊക്കമേള പറഞ്ഞു, നമ്മൾ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം പാടില്ലെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. നമ്മളും മനുഷ്യരല്ലേ, എന്തിനാണിങ്ങനെ വിവേചനം കാണിക്കുന്നത്? ഭാര്യ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ഭഗവാൻ തീർച്ചയായും ഇതെല്ലാം കാണുന്നുണ്ടാകും. എന്തായാലും എല്ലാത്തിനും ഒരു മറുപടി ഭഗവാൻ തന്നെ നൽകുമായിരിക്കും. എന്നാൽ ഇതൊക്കെ കേട്ടപ്പോഴേക്കും തൻ്റെ ഉള്ളിൽ ഒതുക്കി വച്ചിരുന്ന സങ്കടങ്ങൾ മുഴുവനും കണ്ണുനീരായി പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ട് ഭാര്യ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പക്ഷേ ആ ഉറക്കത്തിൽ നിന്ന് തന്നെ ആരോ വിളിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ അതൊരു തോന്നലാകുമെന്ന് കരുതി കണ്ണ് തുറന്നില്ല. മാത്രവുമല്ല, ഉറക്കത്തിലേക്ക് വീണ്ടും വഴുതി വീണു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അതേ ശബ്ദം തൻ്റെ പേര് വിളിക്കുന്നു. ചൊക്കമേള, ഞാൻ വന്നില്ലേ, എന്നിട്ടെന്താ എഴുന്നേൽക്കാത്തത്? ചൊക്കമേള പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അതാ തൻ്റെ മുന്നിൽ സാക്ഷാൽ പാണ്ഡുരംഗ ഭഗവാൻ നിൽക്കുന്നു. ഉടൻ തന്നെ ചൊക്കമേള ഭഗവാന്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ താഴ്ന്ന ജാതിക്കാരൻ്റെ വീട്ടിൽ വന്നത്? അങ്ങ് അശുദ്ധിയാകില്ലേ? ഭഗവാൻ പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ചൊക്കമേളയോട് പറഞ്ഞു, താങ്കൾ എൻ്റെ കൂടെ വരൂ,
ചൊക്കമേള ഭഗവാന്റെ കൂടെ നടന്നു. അവസാനം രണ്ടുപേരും ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. ചൊക്കമേളയ്ക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ കയറാൻ. എന്നാൽ ഭഗവാൻ ചൊക്കമേളയും കൂട്ടിക്കൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് കടന്നു. നിഷ്കളങ്കത നിറഞ്ഞ ഭാവത്തോടെ അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ, ഇതിനകത്ത് ഭയങ്കര ഇരുട്ടാണല്ലോ, അങ്ങെങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്? ഭഗവാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇത്രയും നാൾ ഇരുട്ട് നിറഞ്ഞതായിരുന്നു. കാരണം അന്ധവിശ്വാസം നിറഞ്ഞ മനസ്സുമായി വ്യക്തികൾ ഇവിടെ വരികയും ഈ ക്ഷേത്രത്തെയും പരിസരത്തെയും ഇരുട്ടിലേക്ക് തള്ളിയിടുകയുമാണ് ചെയ്തത്. എന്നാൽ ഇന്നിവിടം പ്രകാശം നിറഞ്ഞിരിക്കുന്നു. നീ ഇതിനുള്ളിൽ കടന്നതോടുകൂടി ഇവിടത്തെ ഇരുട്ട് മാറിയിരിക്കുന്നു ചൊക്കമേള. എൻ്റെ ഭക്തനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നവനും അവനോട് ദ്രോഹം ചെയ്യുന്നവനുമാണ് യഥാർത്ഥത്തിൽ തൊട്ടുകൂടാത്തവൻ. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ചൊക്കമേള, ഭഗവാൻ സ്നേഹത്തോടെ പറഞ്ഞു. ചൊക്കമേളയ്ക്ക് ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതോടൊപ്പം തന്നെ ചൊക്കമേള ഭഗവാനോട് ചോദ്യം ചോദിച്ചു, ഭഗവാനെ, മോക്ഷം നേടുന്നതിന് അങ്ങയുടെ ഭക്തർ എന്താണ് ചെയ്യേണ്ടത്? പാണ്ഡുരംഗസ്വാമി ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ചൊക്കമേള, കലിയുഗത്തിൽ എൻ്റെ ഭക്തർ നാമം ജപിച്ചാൽ മോക്ഷം നേടാൻ കഴിയുന്നതാണ്. കലിയുഗത്തിന് മുന്നേ യജ്ഞങ്ങളും മറ്റും നടത്തിയാണ് മോക്ഷം നേടിയിരുന്നത്. എന്നാൽ ഇന്നെൻ്റെ നാമം ആര് ജപിക്കുന്നുവോ അവന് മോക്ഷം നേടാൻ അർഹത ലഭിക്കുന്നതാണ്. വലിയ യജ്ഞങ്ങൾ നടത്തുന്ന അതേ ഫലം തന്നെയാണ് എൻ്റെ നാമം ജപിക്കുമ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല പെരുമാറ്റം, അഹിംസ, കരുണ തുടങ്ങിയ നല്ല കാര്യങ്ങൾ ഏതൊരു വ്യക്തിയാണ് സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നുവോ അത്തരക്കാർക്കും മോക്ഷത്തിൻ്റെ ഫലം നേടാൻ സാധിക്കുന്നതാണ്. പിന്നെ നല്ല മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ എപ്പോഴും സഞ്ചരിക്കണം. മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിൽ സ്വന്തം വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തണം. പാണ്ഡുരംഗസ്വാമിയും ചൊക്കമേളയും തമ്മിലുള്ള സംസാരം പിറ്റേന്ന് പുലർച്ചെ വരെ നീണ്ടുപോയി. അപ്പോഴേക്കും പ്രധാന പൂജാരി ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിനുള്ളിൽ ആരൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. ചൊക്കമേള ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ചൊക്കമേളയെ കണ്ട അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പൂജാരി ദേഷ്യത്തോടെ ചൊക്കമേളയോട് ചോദിച്ചു, ഈ പുണ്യസ്ഥലത്തേക്ക് കാലുകൾ കുത്താൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഈ പ്രവൃത്തി ചെയ്തതിലൂടെ ചൊക്കമേള, നീ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നീ ആചാരങ്ങൾ ലംഘിച്ചു, ക്ഷേത്രത്തെ അശുദ്ധമാക്കി, പൂജാരി ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ ചൊക്കമേള വിനയത്തോടെ പൂജാരിയോട് പറഞ്ഞു, പൂജാരി, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ വന്നതോ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചതോ അല്ല. എൻ്റെ പാണ്ഡുരംഗസ്വാമി ഇവിടെ എന്നെ കൊണ്ടുവരികയും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഈ പ്രവൃത്തി എങ്ങനെയാണ് ക്ഷേത്രം അശുദ്ധമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഗംഗയിൽ സ്നാനം ചെയ്യുന്ന പാപികളുടെയെല്ലാം പാപങ്ങൾ സ്വീകരിക്കുന്നവളായ ഗംഗ അശുദ്ധമാകുകയും അവൾ തൊട്ടുകൂടാത്തവളായി മാറേണ്ടതുമല്ലേ? നാം ശ്വസിക്കുന്ന വായു അവയെ താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും ശ്വസിക്കുന്നില്ലേ? അവയും അശുദ്ധമാകേണ്ടതല്ലേ? പാണ്ഡുരംഗസ്വാമി ഒരിക്കലും താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ നോക്കിയല്ല തൻ്റെ ഭക്തരെ സ്വീകരിക്കുന്നത്. ചൊക്കമേളയുടെ അറിവും സംസാര രീതിയും തികച്ചും അതുവരെ കണ്ടിരുന്ന ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തിയുടേത് പോലെയായിരുന്നില്ല. ചൊക്കമേള ഒരു ജ്ഞാനിയെപ്പോലെയാണ് സംസാരിച്ചതും പെരുമാറിയതും. എന്നാൽ ചൊക്കമേളയുടെ ഇത്രയും നല്ല രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ പൂജാരിക്ക് അതിശയം തോന്നുകയും ചൊക്കമേളയുടെ ആശയങ്ങൾക്കോ വിശദീകരണത്തിനോ മറുപടി നൽകാൻ പൂജാരിക്ക് സാധിച്ചിരുന്നില്ല. പൂജാരിക്കും അവിടെ കൂടിയ ജനങ്ങൾക്കും അറിയാവുന്നത് ചൊക്കമേള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ പ്രവൃത്തി വളരെ തെറ്റാണെന്നും അതിനെ എങ്ങനെ ന്യായീകരിച്ചാലും അത് ശരിയാകുകയില്ലെന്ന് അവിടെ കൂടിയ ജനങ്ങളും പൂജാരിമാരും വിലയിരുത്തി. അങ്ങനെ അവിടെ കൂടിയ ജനങ്ങളും പൂജാരിമാരും കൂടി ഒരു തീരുമാനത്തിലെത്തി. ചൊക്കമേളയെ ഈ ഗ്രാമത്തിന് പുറത്താക്കണമെന്നതായിരുന്നു ആ തീരുമാനം. അല്ലാത്ത പക്ഷം ചൊക്കമേള എന്നും ഇതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ക്ഷേത്രത്തെ അശുദ്ധിയാക്കുമെന്ന് അവർ കരുതി. അതുകൊണ്ട്
ചന്ദ്രഭാഗ നദിയുടെ മറുകരയിൽ താമസിക്കണമെന്ന് ആ നാട്ടിലെ പ്രധാന പുരോഹിതൻ ചൊക്കമേളയോട് പറഞ്ഞു. ഇതാണ് നിനക്ക് നിന്റെ പ്രവൃത്തിയുടെ ഫലമായി നൽകുന്ന ശിക്ഷ. എന്നാൽ ചൊക്കമേള ഈ ഒരു ശിക്ഷയിൽ വേദനിച്ചിരുന്നില്ല. കാരണം അവൻ ചിന്തിച്ചത്, ഇവർ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്. നദിയുടെ ഒരു വശത്ത് മാത്രമാണോ എൻ്റെ പാണ്ഡുരംഗസ്വാമിയുള്ളത്? അതിനുശേഷം പുരോഹിതൻ്റെ കൽപ്പനയനുസരിച്ച് ചൊക്കമേള ആ നാട്ടിൽ നിന്ന് ചന്ദ്രഭാഗ നദിയുടെ മറുകരയിൽ ഒരു കുടിൽ കെട്ടി താമസം തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചൊക്കമേള തൻ്റെ കുടിലിൻ്റെ മുന്നിലുള്ള മരച്ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭാര്യ ഭക്ഷണം വിളമ്പി നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ ചൊക്കമേള ക്ഷേത്രത്തിൽ വരാതെയും ചൊക്കമേളയുടെ ഭക്തി നിറഞ്ഞ കീർത്തനങ്ങൾ കേൾക്കാതെയുമായപ്പോൾ ഭഗവാന് ഭക്തനുമായുള്ള വേർപാട് താങ്ങാനാവാതെ പാണ്ഡുരംഗസ്വാമി ചൊക്കമേളയെ തേടി അദ്ദേഹത്തിൻ്റെ കുടിലിലെത്തി. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ചൊക്കമേളയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു. ചൊക്കമേളയ്ക്കും ഭാര്യയ്ക്കും ഒരുപാട് സന്തോഷമായി. ഭഗവാന്റെ പാദങ്ങൾ പൂജിച്ച ശേഷം അവർ ഭഗവാന് ആഹാരം കൊടുത്തു. ഭാര്യ ഒരുപാട് സന്തോഷത്തിലായതിനാൽ ആ സന്തോഷത്തിൻ്റെ ആവേശത്തിൽ ഭഗവാന് ആഹാരം കൊടുത്തപ്പോൾ കുറച്ച് തൈര് ഭഗവാന്റെ പട്ടുവസ്ത്രത്തിൽ വീണു. ഇത് കണ്ട ചൊക്കമേളയ്ക്ക് ദേഷ്യം വരികയും അദ്ദേഹം ഭാര്യയെ വഴക്ക് പറയുകയും ചെയ്തു. നീ എന്താണ് ഈ കാണിച്ചത്? നിനക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? എങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ലായിരുന്നല്ലോ. എന്നാൽ അതേസമയം അവരുടെ കുടിലിൻ്റെ അടുത്തുകൂടി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി പോകുകയായിരുന്നു. ഈ ശകാരം കേട്ടപ്പോൾ തന്നെയാണ് ചൊക്കമേള വഴക്ക് പറഞ്ഞതെന്ന് കരുതി അയാൾ ആ സാധുവിൻ്റെ മുഖത്തൊരടി കൊടുത്തു. എന്നാൽ പൂജാരിക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പൂജാരി എന്നിട്ട് പുഴ കടന്ന് അക്കരെ എത്തി. എന്നാൽ പൂജാരി പോയപ്പോൾ തന്നെ ഭഗവാനും അവിടെ നിന്ന് പോയി. പൂജാരി കുളിയെല്ലാം കഴിഞ്ഞ് വൃത്തിയായ ശേഷം ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. പാണ്ഡുരംഗ ഭഗവാന്റെ ഒരു കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. കവിൾ ചുവന്നു വീർത്തു. എന്നാൽ ഇത് കണ്ട പൂജാരിയുടെ തൊണ്ട വരണ്ടുണങ്ങി. ഹൃദയമിടിപ്പ് നിന്ന പോലെ തോന്നി. അയാൾക്ക് ക്ഷേത്രസന്നിധിയിൽ നിൽക്കാൻ തന്നെ ശക്തിയില്ലെന്ന് തോന്നിപ്പോയി. പൂജാരിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ചൊക്കമേളയോട് കാണിച്ചതിൻ്റെ ഫലം ഭഗവാൻ സ്വീകരിച്ചതാണെന്ന് മനസ്സിലായി. ഇതെല്ലാം കണ്ട ശേഷം പൂജാരി മുതിർന്ന ബ്രാഹ്മണരുടെ അടുത്ത് ചെന്ന് ചൊക്കമേളയോട് പ്രവർത്തിച്ചതും അതിനുശേഷം ഭഗവാന്റെ വിഗ്രഹത്തിൽ കണ്ട മാറ്റങ്ങളെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ തന്നെ ബ്രാഹ്മണർക്കെല്ലാം മനസ്സിലായി, ചൊക്കമേള തങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അതോടൊപ്പം തന്നെ തെറ്റിദ്ധരിച്ചാണ് തങ്ങൾ ശിക്ഷ നടപ്പാക്കിയതും നാടുകടത്തിയത് പോലും. പാണ്ഡിത്യവും സമ്പത്തും ഉന്നത കുലത്തിൽ പെട്ടതിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഭഗവാൻ തൻ്റെ ഭക്തരെ തിരഞ്ഞെടുക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങളെക്കാൾ ഭഗവാൻ ഇഷ്ടം നിഷ്കളങ്ക ഭക്തനായ ചൊക്കമേളയെയാണെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ക്ഷേത്രത്തിലെ പൂജാരി ചെയ്തത് തെറ്റായിരുന്നുവെന്നും ആ തെറ്റിൽ സാക്ഷാൽ ഭഗവാന് പോലും വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. തൻ്റെ ഭക്തൻ്റെ വേദനയിൽ ഭഗവാനും ദുഃഖിക്കുന്നുണ്ടെന്ന് ഇന്നവർ തിരിച്ചറിയുന്നു. ഇതിനെല്ലാം പരിഹാരമായി ഒരേ ഒരു പോംവഴി മാത്രമേയുള്ളൂ, ചൊക്കമേളയോട് മാപ്പ് പറയുക എന്നത്. എല്ലാവരും കൂടി ചൊക്കമേളയുടെ അടുത്ത് പോയി ചൊക്കമേളയെ വേദനിപ്പിച്ച പൂജാരി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പിന് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ പൂജാരിയുടെ ഇത്തരമൊരു പ്രവൃത്തി കണ്ടപ്പോൾ ചൊക്കമേളയ്ക്ക് അത്ഭുതം തോന്നി. അതിനുശേഷം പൂജാരി ഉണ്ടായ സംഭവങ്ങളെല്ലാം ചൊക്കമേളയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. ചൊക്കമേളയ്ക്ക് തൻ്റെ ഭഗവാൻ വിഷമിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ചൊക്കമേളയെ ക്ഷേത്രസന്നിധിയിൽ കൊണ്ടുവന്നു. തൻ്റെ ഭഗവാൻ ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് ചൊക്കമേള കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭഗവാനോട് അപേക്ഷിച്ചു, ഭഗവാനെ, അങ്ങയോടെന്തെങ്കിലും തെറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണമേ. അങ്ങയെ ഇത്രയും ദയനീയമായ അവസ്ഥയിൽ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ഭഗവാന്റെ എപ്പോഴും സന്തോഷം നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള മുഖം കാണാനാണ് അങ്ങയുടെ ഭക്തരായ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
ചൊക്കമേളയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാന്റെ മുഖത്ത് ആ പഴയ പുഞ്ചിരി വീണ്ടും തെളിഞ്ഞു വന്നു. പുഞ്ചിരി കാണാൻ സാധിച്ചതിൽ ചൊക്കമേള ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പാണ്ഡുരംഗ ഭഗവാന്റെ ഭക്തരിൽ പ്രധാനപ്പെട്ടവരിൽ ഒരാളായിരുന്നു നാമദേവ്. അദ്ദേഹം ക്ഷേത്രസന്നിധിയിൽ ഒരു കീർത്തനം ആലപിച്ചു കൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്നോ ഒരു കരച്ചിലിൻ്റെ ശബ്ദം അദ്ദേഹം കേൾക്കുകയുണ്ടായി. അത് എവിടെ നിന്നാണെന്ന് ശ്രദ്ധിച്ചപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സാക്ഷാൽ പാണ്ഡുരംഗ സ്വാമിയാണ് കരയുന്നതെന്ന സത്യം അദ്ദേഹം ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത്. ഭഗവാനോട് നാമദേവ് ചോദിച്ചു, അങ്ങ് എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ലയോ നാമദേവ, എനിക്ക് ചൊക്കമേള എന്നൊരു നിഷ്കളങ്കനായ ഭക്തനുണ്ടായിരുന്നു. അവൻ എന്നിൽ അടിയുറച്ച ഭക്തനായിരുന്നു. സദാസമയവും എൻ്റെ നാമങ്ങൾ ജപിച്ചും കീർത്തനങ്ങൾ പാടിയും നടക്കുമായിരുന്നു. എന്നാൽ അവൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വളരെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു അവൻ്റേത്. ചൊക്കമേള ചില തൊഴിലാളികളോടൊപ്പം ജോലി ചെയ്യുന്നതിനിടെ ഒരു ഇഷ്ടിക മതിൽ അവരുടെ മുകളിൽ വീഴുകയും എല്ലാവരും മരിക്കുകയും ചെയ്തു. അതിൽ ചൊക്കമേളയും ഉണ്ടായിരുന്നു. കഥ കേട്ട ശേഷം നാമദേവ് പറഞ്ഞു, ഭഗവാനെ, ആ ഭക്തൻ്റെ ജീവാത്മാവ് അങ്ങയിൽ ലയിച്ചു. പിന്നെ എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? ആർക്കും നേടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചൊക്കമേളയ്ക്ക് അങ്ങ് നൽകിയത്. ഭഗവാൻ മറുപടി പറഞ്ഞു, അല്ലയോ നാമദേവ, അദ്ദേഹത്തിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. അവൻ്റെ ആഗ്രഹം സഫലമായില്ലെങ്കിൽ എനിക്കെങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത്? ചൊക്കമേളയുടെ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ നാമദേവ് പറഞ്ഞു, അങ്ങ് വിഷമിക്കാതിരിക്കൂ, ഞാൻ തീർച്ചയായും ചൊക്കമേളയുടെ ആഗ്രഹം നിറവേറ്റുന്നതായിരിക്കും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാമദേവ, ചൊക്കമേളയുടെ ശക്തമായ ആഗ്രഹമായിരുന്നു മരണശേഷം അവൻ്റെ മൃതദേഹം ക്ഷേത്രത്തിന് മുൻപിൽ അടക്കം ചെയ്യണമെന്ന്. എന്നാൽ ആകസ്മികമായ മരണം നടക്കുകയും മൃതദേഹങ്ങളെല്ലാം ഒരുമിച്ച് അടക്കം ചെയ്യുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് നാമദേവ, നീ പോയി ചൊക്കമേളയുടെ അസ്ഥികൾ പരിശോധിച്ച് ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന് മുൻപിൽ അടക്കം ചെയ്യണം. ഭഗവാനെ, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം. പക്ഷേ അത്രയും അസ്ഥികളുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ചൊക്കമേളയുടെ അസ്ഥികൾ വേർതിരിച്ചെടുക്കുന്നത്? ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നാമദേവ് മൃതദേഹങ്ങൾ അടക്കിയ സ്ഥലത്ത് പോകുകയും അസ്ഥികൾ പരിശോധിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുന്ന അസ്ഥികൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അസ്ഥികൾ സദാ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. വിത്തല വിത്തല പാണ്ഡുരംഗ. നാമദേവൻ ആ നാമങ്ങൾ കേട്ടപ്പോൾ തന്നെ കരഞ്ഞുപോയി. അദ്ദേഹം ചൊക്കമേളയുടെ അസ്ഥികളെല്ലാം ശേഖരിച്ച് വളരെ ശ്രദ്ധാപൂർവം ഭഗവാൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിന് മുൻപിൽ കുഴിച്ചിട്ടു. ഇന്നും പാണ്ഡുരംഗനെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾ ചൊക്കമേളയുടെ അസ്ഥികൾ കുഴിച്ചിട്ട സ്മാരകത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ചൊക്കമേള ഈ സംസാര സാഗരത്തിൽ ജീവിച്ചു, പക്ഷേ അതിൽ മുങ്ങിയില്ല. രാമനാമത്തിൻ്റെ ശക്തി കൊണ്ട് വലിയ കല്ലുകൾ സമുദ്രത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ ചൊക്കമേളയും പാണ്ഡുരംഗൻ്റെ ശക്തി കൊണ്ട് ജീവിതമെന്ന ഈ മഹാസാഗരത്തിൽ മുങ്ങിപ്പോകാതെ ഭഗവാനിൽ അഭയം പ്രാപിച്ചു. ദൈവത്തോടുള്ള ഭക്തി ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ലെന്ന് ചൊക്കമേള തെളിയിച്ചു. ഒരു യഥാർത്ഥ ഭക്തൻ ലൗകിക ലോകത്തെക്കുറിച്ചോ സമൂഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചോ വിഷമിക്കുന്നില്ല. ഭക്തൻ അറിയാവുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ ഭക്തി മാത്രമാണ്. ചൊക്കമേളയെക്കുറിച്ചുള്ള ചില വ്യക്തിപരമായ വിവരങ്ങളാണ് ഈ പറയുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ ജനിച്ച വ്യക്തിയായിരുന്നു ചൊക്കമേള. അദ്ദേഹം മഹർ ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ അയിത്തം കൽപ്പിച്ചിരുന്ന ജാതികളിൽ ഒന്നായിരുന്നു മഹർ ജാതി. ബുൽദാന ജില്ലയിലെ ഡീൽഗാവ് രാജ താലൂക്കിലെ മെഹുനരാജ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മഹാരാഷ്ട്രയിലെ മംഗൾവേദയിലായിരുന്നു താമസം. അദ്ദേഹം നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അബിർ ഗുലാൽ ഉദ്ലിത് രംഗ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ താഴ്ന്ന ജാതി കവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സോയാരാബായി
മകൻ്റെ പേര് കർമ്മമേള. ഇവരോടൊപ്പം മംഗൾവേദയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ഉയർന്ന ജാതിക്കാരുടെ കൃഷിയിടങ്ങളിൽ കാവലും കൃഷിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അദ്ദേഹത്തിന് സന്ത് എന്ന വിശേഷണം ഉണ്ടായിരുന്നു. സന്ത് എന്നാൽ വിശുദ്ധൻ എന്നാണ് മറാത്തിയിൽ അർത്ഥം. കഥയെക്കുറിച്ചും കഥയുടെ അവതരണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ?